അടിമാലി കുരങ്ങാട്ടിയിൽ തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന ആവശ്യം ശക്തമാകുന്നു. 85 ഏക്കറോളം വരുന്ന പാടശേഖരത്ത് നിലവിൽ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളത്. ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും കർഷകർക്ക് കൂടുതൽ പിന്തുണ ലഭിക്കണമെന്നാണ് ആവശ്യം. ഒരു കാലത്ത് സമൃദ്ധമായി നെല്ല് വിളഞ്ഞിരുന്ന പാടശേഖരമാണ് അടിമാലി കുരങ്ങാട്ടി പാടശേഖരം. എന്നാൽ ഇന്ന് 85 ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളത്. പാടമാകെ കാട് കയറി മൂടിക്കിടക്കുന്ന സ്ഥിതിയാണ്. തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഈ പാടശേഖരം ഇവിടെ കൃത്യമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനിടയ്ക്ക് ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷി ചെയ്യുന്നതിന് ഒന്നും കിട്ടാത്ത അവസ്ഥ. അതിനു വേണ്ടിയിട്ട് സർക്കാരോ ഇവരാരുമായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കാത്തതുകൊണ്ടാണ് ഇവിടെ കൃഷി നടക്കാത്തത്. സമിതിയുണ്ട്, കാര്യങ്ങളുണ്ട്, ഇവിടെ സമിതിക്ക് വണ്ടിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതാണ് പ്രശ്നം. എന്തെങ്കിലും കാണിച്ച് കടവോ വിലയോ വായ്പയോ മേടിച്ച് കൃഷി ചെയ്തു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷി ചെയ്യുന്ന ആൾക്ക് ഒന്നും കിട്ടാതെ വരും. അങ്ങനെ വരുമ്പോൾ കൃഷി ചെയ്തിട്ട് എന്താ കാര്യം? ആ കൃഷി ചെയ്യുന്ന പൈസയ്ക്ക് ബ്ലാക്കിൽ അരി മേടിച്ച് കഞ്ഞി കുടിച്ച് കിടക്കുക. അതാണ് ഈ കുരങ്ങാട്ടീനെ സംബന്ധിച്ചുള്ള ആകെയുള്ള ഒരു സംഗതി. കാട് കയറി മൂടിയ പാടം കൃഷിയോഗ്യമാക്കാൻ കർഷകർക്ക് ആവതില്ല. വിത്തിനും വളത്തിനുമടക്കം തുക കണ്ടെത്തണം. പണിക്കൂലിയും മറ്റ് ഇതര ചിലവുകളെല്ലാം ഭാരിച്ചതാണ്. എല്ലാത്തിനും പുറമെ കാട്ടുമൃഗശല്യവും രൂക്ഷമാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായാൽ കർഷകരെ നെൽകൃഷിയിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കും. പാടശേഖരം പൂർണ്ണമായി കതിരണിഞ്ഞാൽ വലിയ അളവിൽ ഇവിടെ നിന്നും നെൽ ഉൽപ്പാദിപ്പിക്കാനാവും. ന്യൂസ് ബ്യൂറോ, അടിമാലി. എല്ലാത്തും ഇന്റർനെറ്റായേ നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റായി, എല്ലായിടത്തും നെറ്റായി. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.